വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിൽ തന്നെ നെല്ലിക്ക ലേഹ്യം ഉണ്ടാക്കാം. കർക്കിടകത്തിൽ കഴിച്ചാൽ വളരെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ റീൽസ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. അങ്ങനെ ഉണ്ടാക്കി നോക്കിയ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. അവസാനമായപ്പോഴാണ് എല്ലാം കൂടി കരിഞ്ഞ് പുകഞ്ഞ് നാശകോശമായി പോയി. കുറച്ച് നെല്ലിക്ക എടുത്തുള്ളൂ കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഇത്ര നെല്ലിക്ക ഞാൻ എടുത്തുള്ളൂ. എന്നിട്ട് അത് വേവിച്ചിട്ടും വേവിക്കാതെയും അരയ്ക്കാമെന്ന് കണ്ടു. അപ്പോൾ വേവിക്കാതെയാണ് നമ്മൾ അരയ്ക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ടിട്ട് നല്ലോണം അരച്ചെടുത്തു. നെല്ലിക്കേൻ്റെ അച്ചാർ ഇട്ടിട്ടുണ്ട്, മധുര നെല്ലിക്ക ആക്കിയിട്ടുണ്ട്, കഷായം ഇല്ലേ അതും ആക്കിയിട്ടുണ്ട്. ഞാൻ ലേഹ്യം ഞാൻ ആദ്യമായിട്ടായിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയേ അരിയുള്ളൂ കേട്ടോ. അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മളിത് ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് ഈ ചീനച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഈ അരച്ച് വെച്ചത് തീരെ വെള്ളമില്ലാതെ ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. വെള്ളമില്ലാതെ ഇട്ടു എന്നുണ്ടെങ്കിലും ജാർ ഒന്ന് കഴുകിയിട്ട് ഒഴിക്കേണ്ടി വരുവേ. നമ്മൾക്ക് വെള്ളത്തിൻ്റെ പാകം ഒഴിക്കുമ്പോൾ എന്തായാലും വെള്ളമാവും. എന്നിട്ട് ഇത് കുറുക്കി എടുക്കുകയാണല്ലോ ചെയ്യുക. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ആ ജാറ് നല്ലോണം കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ എപ്പോഴും പറയാറുണ്ട്, വെള്ളം എപ്പോഴും ഉരുക്കിയിട്ട് അരിച്ച് ഞാനൊരു കുപ്പിയിലാക്കി വെക്കുക ചെയ്യാം. അപ്പം അത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിന് നല്ല മധുരമായിരിക്കും കേട്ടോ. നല്ല കുറുകിയതാണത്. അത് ഒഴിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഇത് വെല്ലം തന്നെയാണേ. ഇതൊരു സ്പെഷ്യൽ വെല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരിട്ടിട്ടത്. 2 അച്ചുണ്ടായിരുന്നു, അത് 2 ഇട്ടുവേ. ഇത് നമ്മൾ കർണാടകത്ത് പോയിട്ട് വരുന്ന വഴിക്ക് ഗുണ്ടിൽപേട്ടെന്ന് വാങ്ങിയതാട്ടോ. അത് കളർ ചേർക്കാത്തത് കൊണ്ടോ അങ്ങനെ എന്തോ ആണ് ആ കളറ്. അതിനൊരു ഓറഞ്ച് കളറാണേ. അവര് കടക്കാര് പറ്റിച്ച് വേണമെന്നൊന്നും അറിയില്ല. നേരിട്ട് കരിമ്പിൽ നിന്ന് നേരിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആ കളറ് എന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ തീയിലാണ് വെച്ചത്, അതുകൊണ്ടാണ് ഇത് അനക്കമൊന്നും ഇല്ലാത്ത. അപ്പോൾ ഏകദേശം സമയം ഒന്ന് നോക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സമയമൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എത്ര നേരം എടുക്കും എന്നറിയണ്ടേ. പാത്രമൊക്കെ ഒന്ന് ചൂടായിട്ട് ചെറുതായി തിളച്ച് വരുന്നത് വരെ കൈവിടാതെ ഇളക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഒന്ന് ചൂടായി കുറച്ചൊന്ന് വറ്റിയിട്ട് മുതൽ നമുക്ക് ഇളക്കാൻ തുടങ്ങിയാൽ മതി കേട്ടോ. ഇത് ചെറിയ പതയൊക്കെ വരുന്നുണ്ട്. നമ്മൾ പാത്രമൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 11:30 ആവാനായി. 11:25 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം തുടങ്ങിയതാണ് ഈ പണി. ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിവിടെ വെക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് ഇളക്കി നോക്കിയാൽ മതി കേട്ടോ. ഇത് പൊട്ടിത്തെറിക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നേ വീഡിയോസിൽ. അവർക്കൊക്കെ റെഡിയായിട്ട് കിട്ടുകയും ചെയ്തു കേട്ടോ. എനിക്ക് മാത്രം എന്താണെന്നറിയില്ല ഇങ്ങനെയായിപ്പോയത്. നമ്മളുടെ ആ ശർക്കരേൻ്റെ കഷ്ണം അങ്ങനെ തന്നെ കിടക്കുകയാണേ, ഉരുകാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ആയത്. സമയം എത്രയായെന്നറിയോ? 11:45 കേട്ടോ. എന്നിട്ട് ഇതിന് കളർ ചേഞ്ച് ഒന്നും വരുന്നില്ല. സാധാരണ ലേഹ്യമൊക്കെ നല്ല കറുത്ത കളറായി വരേണ്ടതാണ്. നമ്മൾ വെള്ളത്തിൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണുള്ളത്. എന്തോ ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറേ പൊടികളൊക്കെ ഇടാനുണ്ട്, ജീരകം, അയമോദകം അങ്ങനെയുള്ളത്. അതൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. വെറുതെ നെല്ലിക്ക മാത്രം ഇങ്ങനെ കുറുക്കി ഒരു ജാമ് പോലെ ആക്കുക, അതായിരുന്നു എൻ്റെ ഉദ്ദേശം. അത് കറുത്ത കളറാവുന്നാണ് ഞാൻ വിചാരിച്ചത്. അതായില്ല. നെയ്യൊക്കെ ഒഴിച്ചു. അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു ലേശം ഒരു മാതിരി മണാണേ. ലേശം എടുത്തിട്ട് വായിൽ വെച്ച് നോക്കി. അയ്യോ, എന്തോ ഒരു വൃത്തികെട്ട ചോയ കേട്ടോ. പുളിയല്ല, മധുരം ഒട്ടുമില്ല, അങ്ങനെ എന്തൊക്കെയോ ഒരു സൈസ് ചോയ. നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇനി വെല്ലവും ഇല്ല കേട്ടോ. അപ്പം ഇനി ഞാനിതിപ്പോൾ ഈ പരിപാടി ഇവിടെ നിർത്തി വെച്ചു. പിറ്റേന്ന് ഞാൻ പുറത്ത് പോയപ്പോൾ വെല്ലം വാങ്ങി. നല്ല കറുത്ത വെല്ലം തന്നെ കിട്ടിയേ. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് 2 കഷ്ണം എടുത്തിട്ട് പാവ് ഉണ്ടാക്കി ആ പാവ് നമുക്ക് മറ്റേ ഇതിലേക്ക് ഒഴിച്ചു ഒന്നും കൂടി ഒന്ന് കുറുക്കി നോക്കാം കേട്ടോ. ഞാനത് ചീനച്ചട്ടിയിൽ നിന്നൊക്കെ മാറ്റി ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ചീനച്ചട്ടി വേറെ ആവശ്യത്തിന് വേണ്ടി എടുത്തു. അപ്പോൾ അതേപോലെ കട്ടിയുള്ള വേറൊരു പാത്രത്തിലേക്കാണ് കേട്ടോ ഇട്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് വെല്ലം ഉരുക്കിയ പാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം എന്തായാലും ഇത് കറുത്ത് വരുമെന്ന് എനിക്കറിയായിരുന്നു.
അങ്ങനെ വീണ്ടും 3 ആണി വെല്ലം ഇട്ടിട്ടുണ്ട്. ഇപ്പത്തെ സമയം 7:30 ഇത് രാത്രിയാട്ടോ. അങ്ങനെ 7:30 വീണ്ടും ഞാൻ പണി തുടങ്ങുകയാണ്. ആ വെല്ലം ഇതിലേക്ക് ഉരുക്കി ഒഴിക്കാം കേട്ടോ. ഇനി ഉരുക്കി ഒഴിക്കുമ്പോൾ അരിച്ചിട്ട് വേണേ ഒഴിക്കാൻ, കല്ലുണ്ടാവും. മറ്റേത് ഞാൻ ഇങ്ങനെ പാവാക്കി വെച്ചതായിരുന്നല്ലോ. ഒരു വലിയൊരു കല്ല് കിട്ടി കേട്ടോ എനിക്ക്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടില്ലേ ഒരു കറുത്ത കളറ്. ആ പാവ് ഒഴിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിപ്പോൾ കുറച്ച് പണിയായി കേട്ടോ. ഇത് നല്ലോണം വെള്ളമുണ്ട്. ഇത് മൊത്തം കുറുക്കിയെടുക്കണം. സമയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഏകദേശം 7:30 കേട്ടോ ഇത് തുടങ്ങുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയ്ക്കലിലോ നാഗാർജുനയിലോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പൈസയ്ക്ക് നമുക്കിത് ഈസി ആയിട്ട് വാങ്ങിക്കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അതിലാണെങ്കിൽ കുറേ മരുന്നുകൾ ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത്രയും ഇതിപ്പോൾ എൻ്റെ കുറേ ഗ്യാസ് പോയി, നെയ്യ് പോയി, വെല്ലം പോയി, പൈസ പോയി, സമയം പോയി. അയ്യോ ഒന്നും പറയണ്ട. ഇത് എന്ത് ചെയ്തിട്ട് ഒന്നും ആവുന്നില്ല കേട്ടോ. ഇതായി. ഇനി ഇതിൽ വറ്റാനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിങ്ങനെ കയ്യിൽ പൊന്തിച്ചാൽ വിട്ട് വരുന്ന പാകാവും എന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ ഇത് കറുത്ത കളറൊക്കെ ഏകദേശമായി, പക്ഷെ ഒരു തരിതരിപ്പുള്ള പോലെയാട്ടോ കാണുന്നത്. അപ്പൊ ഇനിയും വറ്റാനുണ്ടെന്ന് ചോദിച്ച് ഞാനിങ്ങനെ നിവർത്തിയിട്ടു. ഇത് പൊട്ടിയൊക്കെ തെറിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊട്ടലും ഇല്ല, തെറിക്കലും ഇല്ല. ചീറ്റൽ മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. മരുന്ന് കൂട്ടുകൾ ഇട്ടിട്ടില്ല എന്നുള്ളത് ഒഴിച്ചാല് ബാക്കിയൊക്കെ സെയിം പറഞ്ഞ പോലെയാണ് ഞാൻ ചെയ്തത്. നെല്ലിക്ക അരയ്ക്കുക, വെല്ലത്തിന്റെ പാവ് ഒഴിക്കുക, കുറുക്കിയെടുക്കുക. സമയം 8 മണിയായേ. എന്നിട്ട് ഇതിന് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. സംഭവിച്ച മാറ്റമാണെങ്കിൽ കരിഞ്ഞും പോയി. ഇതില് വക്കത്തൊക്കെ ഉള്ള ഭാഗം എന്നാ കഴിക്കാൻ എടുക്കാന്ന് വിചാരിച്ചാല് ഭയങ്കര ചവർപ്പ്. ആ മധുരം ഒന്നും വന്നതും ഇല്ല കേട്ടോ. എൻ്റെ ഇതിന് എന്താ പറ്റിയെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. നെല്ലിക്കേന്റെ ഒരു ചവർപ്പില്ലേ, അത് ഇതിന് മാറിയതേ ഇല്ല കേട്ടോ. ഇത്ര മധുരം ഇട്ടിട്ടും ആ ചവർപ്പ് ഇപ്പോഴും ഉണ്ടേ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ നെല്ലിക്ക ലേഹ്യം വീട്ടിലുണ്ടാക്കി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മെനക്കെട്ട പണിയാണ് കേട്ടോ. എല്ലാം നന്നായത് മാത്രമല്ല, നമ്മളുടെ കയ്യിൽ നിന്ന് പറ്റുന്ന അബദ്ധങ്ങളും നിങ്ങളെ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ വീഡിയോ ഇട്ടത്.